ലൈഫിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത്, ഡിസിഷൻ മേക്കിംഗ്. ഈ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സത്യങ്ങളുണ്ട്, വിലപിടിപ്പുള്ള കുറച്ച് സത്യങ്ങൾ. ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ഒരു ഫൈനൽ ഡിസിഷൻ ഒരിക്കലും നമ്മൾ എടുക്കാൻ പാടില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു തീരുമാനം എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ പറയാൻ 100 കണക്കിന് ആളുകൾ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു തീരുമാനം നമ്മൾ എടുക്കാൻ പോകുമ്പോൾ, നീ അങ്ങനെ ചെയ്യരുത്, നീ അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും നിന്റെ ഭാവിക്ക് നല്ലതല്ല, നീ ഇങ്ങനെ ചെയ്തു നോക്ക്, നീ ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് നിനക്ക് ഭാവിയിൽ നല്ലത് എന്നൊക്കെ പറയാൻ 100 അല്ല 10,000 കണക്കിന് ആളുകൾ ചിലപ്പോൾ നമ്മൾ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കാം. അവര് പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ ആ തീരുമാനം എടുത്ത് അവരെന്താണോ പറഞ്ഞത് അതേ തീരുമാനം നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത്, ഓക്കെ, അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് ഒരു 1 ഇയർ കഴിഞ്ഞ് ഒരു 2 ഇയർ കഴിഞ്ഞ് അങ്ങനത്തെ ഒരു കാര്യമേ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും. അവർ നമ്മളോട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു തന്നെ. ആ തീരുമാനം ബേസ് ചെയ്തിട്ട് ജീവിക്കേണ്ടത് അവരല്ല, നമ്മളാണ്. അതായത് നമ്മൾ ശരിയെന്ന് തോന്നി എടുക്കാൻ പോയ ഒരു തീരുമാനം മറ്റൊരാളുടെ വാക്ക് കേട്ട് നമ്മൾ മാറ്റി അയാൾ പറഞ്ഞ തീരുമാനം നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്തു. എന്നിട്ട് ജീവിക്കുന്നത് അയാളും അല്ല, നമ്മളാണ്. കുറച്ച് കഴിഞ്ഞാല് അഭിപ്രായങ്ങൾ പറഞ്ഞു തന്ന എല്ലാവരും, ഈച്ച് ആൻഡ് എവ്രി വൺ, അവരുടേതായ ജീവിതങ്ങളായിട്ട് മുന്നോട്ട് പോകും. അവരുടേതായ പ്രാരാബ്ദങ്ങള്, ഉത്തരവാദിത്തങ്ങള്, ജോലികള്, കുടുംബം, ഇതൊക്കെ ആയിട്ട് അവരവർ പോകും. അവര് പറഞ്ഞു തന്ന അഭിപ്രായങ്ങൾ വെച്ച് തീരുമാനം എടുത്ത നമ്മള് ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ആ ഒരൊറ്റ തീരുമാനമാവും നമ്മുടെ ലൈഫിലെ ദ വേസ്റ്റ് ഡിസിഷൻ ആയിട്ട് മാറിയിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് വരെ എപ്പോഴാണെന്നറിയോ, ഇത് നമ്മുടെ തീരുമാനമല്ലായിരുന്നല്ലോ എന്നൊരു കാര്യം ആലോചിച്ചിട്ടാവും. അതായത് ആ തീരുമാനമോ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ ജീവിക്കുന്ന സാഹചര്യമോ ആവില്ല നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം. എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനു വേണ്ടി എനിക്കിഷ്ടമല്ലാത്ത ഒരു കാര്യം ഞാൻ അത് തീരുമാനമാക്കി എടുത്തു, അയാൾ പറഞ്ഞത് ഞാൻ എന്തിനാണ് ആ സമയത്ത് കേട്ടത്, എനിക്ക് ശരിയെന്ന് തോന്നിയത് അതല്ലായിരുന്നല്ലോ, ഇത് നമ്മളെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങും. അതേ സ്ഥാനത്ത് നമ്മൾ സ്വയം എടുത്തൊരു തീരുമാനമാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി സ്ട്രെസ്സും ടെൻഷനും നമുക്ക് കുറയും. കാരണം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, എന്ത്, നമ്മൾ സ്വയം എടുത്ത തീരുമാനമാണല്ലോ എന്ന്. നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയാവുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. വൃത്തിക്ക് പൊട്ടുന്ന, പാളി പോകുന്ന 100 കണക്കിന് തീരുമാനങ്ങൾ എല്ലാ മനുഷ്യർക്കും സംഭവിക്കും. പക്ഷെ ആ സമയത്ത് ഒരു സമാധാനം ഉണ്ടാവും, നമ്മൾ സ്വയം എടുത്ത തീരുമാനമാണല്ലോ, ഒരാളെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞത് കേട്ടിട്ടോ നമുക്ക് സംഭവിച്ചതല്ലോ, നമ്മുടേതായ തീരുമാനത്തിൽ നമുക്ക് പറ്റിയ കാര്യങ്ങൾ. ആ ഒരു ആശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്, അതൊരു ചെറുതല്ല. അതേ സ്ഥാനത്ത് മറ്റൊരാൾ പറഞ്ഞത് കേട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന, ഞാൻ പറഞ്ഞില്ലേ, അതിൽ ജീവിക്കാൻ നമ്മളാണ്. പിന്നെ അതുമല്ല, ഒരു സമയം കഴിഞ്ഞാൽ അയാൾ പറഞ്ഞ തീരുമാനം നെഗറ്റീവായിട്ട് നമ്മളെ ജീവിതത്തിൽ ബാധിച്ചതെന്നുണ്ടെങ്കിൽ അയാളോട് നമുക്കൊരു വെറുപ്പ് തോന്നി തുടങ്ങും. അയാൾ കാരണമാണല്ലോ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയത് എന്നൊരു തോട്ടം നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു തീരുമാനത്തിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതം വളരെ മോശമായിട്ടും തീരുമാനം പറഞ്ഞു തന്ന ആള് വളരെ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ പറയേ വേണ്ട, നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കും. നല്ല നല്ല ബന്ധങ്ങൾ ഇല്ലാണ്ടായി പോകാൻ അതൊരു കാരണമാണ്. അതായത് വേറൊരാളുടെ അഭിപ്രായം കേട്ടിട്ട് നമുക്കത് നെഗറ്റീവായിട്ട് ബാധിച്ചാൽ നമ്മളും അവർ തമ്മിൽ തെറ്റും. അത് എല്ലാവരും പറഞ്ഞു തരുന്ന തീരുമാനങ്ങൾ നെഗറ്റീവായിട്ട് മാത്രമേ ബാധിക്കൂ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരാളുടെ അഭിപ്രായം കേട്ടിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് നമ്മളൊന്ന് സ്വയം ചിന്തിക്കണം, അത് എൻ്റെ ലൈഫിൽ ഞാൻ എടുക്കേണ്ട ഒരു തീരുമാനം തന്നെയാണോ, അത് വാലിഡ് ആയ ഒരു തീരുമാനമാണോ, അല്ലെങ്കിൽ അതെനിക്കിപ്പോൾ ആവശ്യമുണ്ടോ, അത് തന്നെയാണോ ഞാൻ ഇപ്പോൾ എടുക്കേണ്ട തീരുമാനം. ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുക, അതിന്റെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുകയാണ് ഇതല്ല, ഇങ്ങനെയാണ് വേണ്ടത്, അപ്പോൾ അങ്ങനെ ചെയ്യണം. നമ്മുടെ മനസ്സിൽ നമുക്കൊരു ഫൈനൽ തീരുമാനം വരും. മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം, ഒരിക്കലും കേൾക്കാതിരിക്കരുത്. ഞാൻ കുറെ ആൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് വേറെ ആളുകൾ പറയുന്നത് കേൾക്കാൻ പാടില്ല എന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേൾക്കണം, അതിൽ പോയിന്റുകൾ ഉണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം. പക്ഷെ അഭിപ്രായങ്ങൾക്കൊരു ബൗണ്ടറി വെക്കണം. ബൗണ്ടറിക്ക് അപ്പുറത്താണ് ഈ പറയുന്ന അഭിപ്രായങ്ങൾ കംപ്ലീറ്റ് വന്ന് നിൽക്കേണ്ടത്. അതിന്റെ അപ്പുറത്തോട്ട് ഈ അഭിപ്രായങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള പോയിന്റ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് എന്താണോ ഒരു ഫൈനൽ തീരുമാനം വരുന്നത് അതാണ് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ടത്.
അല്ലാതെ 100 ആളുകൾ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടിട്ട് നമ്മളൊരു തീരുമാനം എടുക്കരുത്. മറ്റൊരു കാര്യം, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു ഐഡിയ, നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, ഓക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു 10 പേരുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി പോയി. ഈ 10 പേരും 10 തരത്തിലാവും ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾ എങ്ങനെ ഒരു തീരുമാനം എടുക്കുക? അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. അഭിപ്രായം ചോദിക്കേണ്ട കാര്യങ്ങൾ വേറെ തന്നെ ഉണ്ട്, പക്ഷെ അത് എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമില്ല. മറ്റൊരു കാര്യം, ഒരേ കാര്യത്തെക്കുറിച്ച് 10 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 അഭിപ്രായങ്ങൾ കിട്ടുക. അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. ഈ 10 അഭിപ്രായങ്ങളിൽ നമുക്ക് ഒരു തീരുമാനമാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഓക്കെ, നമ്മളൊന്ന് ആലോചിക്കും. അത് തന്നെയാണ് ലൈഫിൽ എപ്പോഴും വേണ്ടത്. ആരൊക്കെ വന്ന അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും സ്വയം ചിന്തിച്ച് സ്വന്തമായി ഒരു തീരുമാനത്തിൽ എത്തണം. അഭിപ്രായങ്ങളിൽ വാലിഡ് ആയ പോയിന്റ്സ് മാത്രം എടുത്തുകൊണ്ട് ചിന്തിക്കുക. ഓക്കെ, ഇതിങ്ങനാണോ അങ്ങനെയാണോ ചിന്തിച്ചിട്ട് സ്വന്തം തീരുമാനം എടുത്ത് ജീവിക്കാൻ പഠിക്കണം. കാരണം ഇതിന് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അതായത് എപ്പോഴും നമ്മൾ മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് തീരുമാനങ്ങൾ എടുത്തു തുടങ്ങി കഴിഞ്ഞാൽ ലൈഫിൽ നമുക്ക് ഒരിക്കലും സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാതായി പോകും. അത് വളരെ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ലൈഫിൽ ഒറ്റക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഡിസിഷൻ പെട്ടെന്ന് എടുക്കേണ്ട സിറ്റുവേഷൻസ് വരും. ആ ഒരു സമയത്ത് നമുക്ക് എപ്പോഴും അഭിപ്രായങ്ങൾ പറഞ്ഞു തന്ന ആളുകൾ കൂടെ ഉണ്ടാവണമെന്നില്ല, അവൈലബിൾ ആകണമെന്നില്ല. അവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. സോ തീരുമാനങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് പഠിക്കുക, അഭിപ്രായങ്ങൾ കേൾക്കുക, ആ അഭിപ്രായങ്ങളിൽ ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം നമ്മൾ ആലോചിക്കുക. എന്നിട്ട് അതില് നമുക്ക് എന്താണോ തീരുമാനമായിട്ട് തോന്നുന്നത് അത് മാത്രം ലൈഫിൽ അപ്ലൈ ചെയ്യാം. സോ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. അഭിപ്രായങ്ങൾ കേൾക്കണം, പക്ഷെ മറ്റുള്ളവരുടെ അഭിപ്രായം മാത്രം നിങ്ങളുടെ തീരുമാനങ്ങളാവരുത്. നിങ്ങൾക്കും കൂടെ ശരിയെന്ന് തോന്നണം. അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ലൈഫിൽ കുറച്ച് സമാധാനങ്ങൾ കിട്ടും. ഒരുപാട് ടെൻഷൻ നമുക്ക് ഒഴിവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ടെൻഷൻ എങ്ങനെ ഒഴിവാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ലൈഫിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ ഇപ്പൊ നമ്മൾ എടുത്ത തീരുമാനം പാളിന്ന് വിചാരിക്കുക, കുറച്ച് ആശ്വാസം ഉണ്ടാവും. നമ്മൾ സ്വയം എടുത്ത തീരുമാനമല്ലേ, ഒരാൾ പറഞ്ഞു ചെയ്തതല്ലോ. ആ ഒരു ആശ്വാസം എങ്കിലും നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാവും. സോ ആലോചിക്കാം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം വാല്യുബിൾ ആയ ഒരു ജീവിതമാകും. സ്വയം ഒന്ന് ആലോചിക്കാം, ഉത്തരം കിട്ടുമോ നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ.